എല്ലാവർക്കും ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2020-21 വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇത് നമുക്കൊന്ന് ഒരുമിച്ച് പഠിച്ചെടുക്കാം. 2019 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്ന സ്ഥലം മാഡ്രിഡ്. 2019 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്ന സ്ഥലം മാഡ്രിഡ്. ലോക സമാധാന സൂചിക 2019 റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ്. ലോക സമാധാന സൂചിക 2019 റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ്. ലോക സമാധാന സൂചിക 2019 റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ്. ലോക സമാധാന സൂചിക 2019 റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ്. 2019 നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ 2-ാം സ്ഥാനം നേടിയ ടീം ഏതാണ്? പഞ്ചാബ്. 2019 നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ 2-ാം സ്ഥാനം നേടിയ ടീം പഞ്ചാബ്. 2018 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ഓൾഗ ടോകാർചുക്ക്. 2018 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ഓൾഗ ടോകാർചുക്ക്. 2018 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ഓൾഗ ടോകാർചുക്ക്. 2018 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ഓൾഗ ടോകാർചുക്ക്. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം സസ്യ ആരോഗ്യ വർഷം. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം സസ്യ ആരോഗ്യ വർഷം. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ക്യൂബ. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ക്യൂബ. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്? 8-ാമത്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്? 8-ാമത്. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഫെഡറൽ ബാങ്ക്. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഫെഡറൽ ബാങ്ക്. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരി. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരി. കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത്? കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് 2020 ജനുവരി 1 മുതൽ. 2020 ജനുവരി 1 മുതൽ. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരി. കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് 2020 ജനുവരി 1 മുതൽ. PV സിന്ധു ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. PV സിന്ധു ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. ഇന്ത്യയുടെ 2020-2021 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ 2020-2021 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി നിർമ്മല സീതാരാമൻ. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ജീംസ്. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ജീംസ്. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് വുഹാൻ. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് വുഹാൻ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആര്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആര്? ജെയിംസ് പീബിൾസ്, അഭിജിത്ത് ബാനർജി, എസ്തേർ ദുഫ്ലോ, മൈക്കൽ ക്രമർ. ജെയിംസ് പീബിൾസ്. ജെയിംസ് പീബിൾസ്.
കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് 2020 ജനുവരി 1. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് 2020 ജനുവരി 1. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ്. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം ലഭിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പരിരക്ഷ. 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത് വിരാട് കോഹ്ലി. 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത് വിരാട് കോഹ്ലി. ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി വിരാട് കോഹ്ലി. ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി വിരാട് കോഹ്ലി. കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവിയാണ് കനിമൊഴി കരുണാനിധി. കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി കനിമൊഴി കരുണാനിധി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബോബി ജോർജ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വേണ്ടപ്പോൾ ചെയ്യുകയാണ്. നമ്മുടെ 25 ക്വസ്റ്റ്യനും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ കേട്ട് പഠിക്കുക. താങ്ക് യു.